ഞാനിവിടെ താമസിച്ച് 30 കൊല്ലമായി. 15 കൊല്ലമായി ഞങ്ങളെ തടസ്സപ്പെടുകയാണ് പോകാനും വരാനും വേണ്ടി. പിന്നെ എനിക്ക് സ്റ്റോക്ക് വന്നിട്ട് 3 കൊല്ലമായി. 3 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ ഈ വണ്ടി വാപ്പ എനിക്ക് വേണ്ടി കച്ചവടത്തിന് എന്തോ ഒരു മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇന്നലെ ഈ വണ്ടിയായിട്ട് ഞാൻ കച്ചവടത്തിൽ പോയിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് ഇവരെന്നെ തടഞ്ഞു വെച്ച് ഗേറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒന്നുമില്ല. അപ്പം ഗേറ്റ് പൂട്ടിയതിന് ശേഷം എനിക്ക് പിന്നെ ഇതല്ലാതെ എനിക്ക് ജീവിത മാർഗമൊന്നുമില്ല. എൻ്റെ വാപ്പ പഠിപ്പിച്ച ഇത് തന്നെയാണ് മിഠായി കച്ചവടമാണ്. വേറെ ജീവിതം എനിക്ക് വേറെ ഒന്നും ചെയ്യാനും വെച്ചില്ല. എനിക്ക് എൻ്റെ സ്റ്റോക്ക് വന്ന് 3 കൊല്ലം കടപ്പിലായതിൻ്റെ ശേഷമാണ് ഇപ്പോഴാണ് ഞാൻ ഇന്നലെയാണ് ഈ വണ്ടിയായിട്ട് കച്ചവടത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. അതും ഇറങ്ങിയപ്പോൾ ഇവർ ഇന്ന ഗേറ്റിൽ വെച്ച് തടഞ്ഞു വെച്ച് വീട്ടിലേക്ക് കടത്തി വിട്ടില്ല. വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കച്ചവടം എനിക്ക് പിന്നെ ലൈനിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ട് ഒരു ഉന്തുവണ്ടി ഉണ്ടാക്കി. ഒരു ഉന്തുവണ്ടി വരെ ഒരു കേട്ടില്ലല്ലോ. ഒരു അപ്പൊ അല്ല ഇവർക്കപ്പോ പഞ്ചായത്തിൽ ഒരു ഇതുമില്ലാന്ന്. ഞങ്ങൾ 3 മാസം മുമ്പ് ഞങ്ങൾ ഈ വൈക്ക് വേണ്ടി സമരം ചെയ്തു. അപ്പം പഞ്ചായത്തും സ്കൂൾ ചെയർമാൻ എല്ലാവരും ചേർന്ന് ഈ മണ്ണിട്ട് തരും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒന്നും ചെയ്ത് തന്നില്ല. എനിക്കും ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ വണ്ടിയുമായിട്ട് ഞാൻ പഞ്ചായത്തിന് മുന്നിൽ അവിടെ ഇരിക്കാൻ പോവാണ്. ഈ സ്ഥാപനം ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നതെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഈ കാണുന്ന ചുറ്റുമതിൽ പോലും അനധികൃതമായിട്ട് ഒരു നിയമവും പാലിക്കാതെ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും ഈ കുടുംബത്തിൻ്റെ വഴി പുറത്തുകൂടി ആണെങ്കിലും മണ്ണിട്ട് നികത്തി അതിന് പരിഹാരം ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം, ഷിയാബ് എന്ന വ്യക്തി 3 വർഷത്തിലധികമായി സ്റ്റോക്ക് വന്ന് സുഖമില്ലാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. ഇന്നലെയാണ് അവൻ്റെ പഴയ കാലത്തുള്ള ഈ മിഠായി ഭരണിയും വണ്ടിയും നിർമ്മിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി പുറത്തിറങ്ങിയത്. അതുപോലും ഈ 3 ചക്രത്തിലുള്ള ഈ ഉന്തുവണ്ടി പോലും അതിനകത്തേക്ക് കയറ്റിവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്ഥാപനത്തിനെതിരല്ല, ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ അഴിമതി നടത്തുന്ന ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനത്തെ കരിവാരിത്തേക്ക് ഉപയോഗിക്കുന്നു. ചൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്കെതിരാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ഈ വഴി ഒരു 5 വീട്ടുകാരുടെ മാത്രം റോഡല്ല. ഇതിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത 8 മീറ്ററിലധികം സ്ഥലം വിട്ടുകൊടുത്ത 23-ലധികം വ്യക്തികൾ ഈ റോഡിന് വേണ്ടി സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈ സ്ഥാപനമാണ് ഇതിൻ്റെ മതിലാണ് ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. ജാതി മത രാഷ്ട്രീയമില്ലാതെ എല്ലാ മനുഷ്യത്വമുള്ള എല്ലാവരും ഞങ്ങളുടെ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. 11/2/2025 ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വിവരാശംസയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് ഈ വിവരാശ രേഖ. ഇത് പഞ്ചായത്തിൻ്റെ തീരദേശ റോഡിന് മതിൽ കെട്ടി അടച്ചതാണ്. ഈ മതിൽ കെട്ടി അടയ്ക്കാനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്നും ഈ ഒരു മാളറ കമ്മിറ്റി വാങ്ങിയിട്ടില്ല. ഇന്ന് 15/5/2025 അല്ലേ, 15/5/2025 ഇന്നിപ്പോൾ ഒരു മതിൽ വീണ്ടും പൊളിച്ചു കെട്ടുകയാണ്. പഞ്ചായത്തിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പെർമിഷൻ വാങ്ങിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ മതിൽ കെട്ടുന്നത് ഇവിടെ തടയാൻ പോവുകയാണ്. ജാഗ്രതാ സമിതിയുടെ തീരുമാനപ്രകാരം ഈ റോഡിൽ മണ്ണിട്ട് ഭിത്തി കെട്ടി കൊടുക്കാമെന്ന് മാളറ കമ്മിറ്റി തീരുമാനിച്ചതാണ്. പക്ഷേ നാളെ ഇതുവരേക്കും മാളറ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് മണ്ണിടാനോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഇടിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഈ റോഡിന് 200 മീറ്ററും കൂടെ അങ്ങോട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ട് തീരദേശ റോഡ് കോടികൾ മുടക്കി അപ്പുറത്തെ റോഡ് കിടക്കുന്നത് ആ റോഡായിട്ട് ബന്ധിപ്പിക്കപ്പെടും. പക്ഷേ പഞ്ചായത്ത് ജാഗ്രത സമിതിയിൽ നിർദ്ദേശിച്ചതാണ്, ജാഗ്രത സമിതി തീരുമാനം എടുത്തതാണ് ഈ റോഡിന് മണ്ണിട്ട് ഇത് മുട്ടിക്കാന്നുള്ളത്. അതായത് 5 വീട്ടുകാരവിടെ വഴിയില്ലാണ്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു വഴി സംവിധാനം ആവുന്നുള്ളത് അന്ന് സംസാരിച്ച, പക്ഷെ ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. തീരദേശ റോഡിന്റെ ഈ ബസ് ഒരു മറവാക്കി വെച്ചുകൊണ്ടാണ് ഇവർ ഈ മതിൽ കെട്ടുന്നത്. മാത്രമല്ല അതിന് ശേഷം അല്ല കുറെ കാലം മുമ്പ് വെക്കുക, രണ്ടാമതൊരു കുഴിച്ച് വെക്കുക. അല്ല പഞ്ചായത്തിൽ ചെയ്യാനുള്ള പഞ്ചായത്തിൽ ഇപ്പൊ രാവിലെ പ്രസിഡന്റ് വിളിച്ചു ഇതുവരെ ഒരു പെർമിഷൻ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പിന്നെ ഈ 2 ബസ് ഇവിടെ മറവാക്കി വെച്ചിട്ട് അതിൽ ഈ കെട്ടുടങ്ങി. പിന്നെ ഇതിന്റെ ആരുണ്ടോ അവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ടോ? ആരുണ്ടോ ഇതിന്റെ? ഞങ്ങൾ മതിൽ കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വന്ന് കമ്മിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് മതിൽ കെട്ട് തറക്കള്ള സ്ഥിതിക്ക് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വഴിയാണ് ഇതിനകത്തൂടെ പോകുന്നത്. ഈ കോമ്പൗണ്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്തൂടെയാണ് ഞങ്ങളുടെ വഴി പോകുന്നത്. ഈ വഴി ഞങ്ങൾക്ക് സ്ഥാപിച്ച് കിട്ടുന്നവരെ ഞങ്ങൾ സമരപരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. ഇതേപോലത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഇനി ഉണ്ടാവുകയും ചെയ്യും. പതിനഞ്ച് 5/2025 ഈ മതിൽ കെട്ടുന്നത് ഞങ്ങൾ തടഞ്ഞിരുന്നു. അനധികൃതമായിട്ട് മതിൽ കെട്ടുന്നത് വിവരാവകാശ നിയമപ്രകാരം ഈ മതിൽ കെട്ടാനുള്ള പെർമിഷൻ ഇല്ല. ഇന്നിപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, മാവൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ വീണ്ടും മതിൽ പഞ്ചായത്തിന്റെ പെർമിഷൻ ഇല്ലാതെ കണ്ട് വീണ്ടും മതിൽ കെട്ടുന്ന സാഹചര്യമാണ് ഇവിടെ കാണാനുള്ളത്. അതിന് മാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ വിളിച്ചിരുന്ന് പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പോലീസിനെ വിളിച്ച്, പക്ഷെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഏതാണ്ട് 2000 മുതൽ ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ 5 കുടുംബം ഇവിടെ, അത് ഈ മഹളറ കോമ്പൗണ്ടിനുള്ളിലാണ്. ഞങ്ങൾ ഈ 5 കുടുംബം 4 കുടുംബം മഹളറ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു സഹായമില്ല. 25ഓളം അംഗങ്ങളുള്ള 5 കുടുംബങ്ങളാണ് ഈ കോമ്പൗണ്ടിനകത്ത് താമസിക്കുന്നത്. പണവും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാവുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആരും സഹായിക്കാനില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും നിയമപാലകരുടെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നും നമുക്ക് സഹായം കിട്ടുന്നില്ല.